ബിനോയ് വിശ്വത്തിന് ഈ മറിച്ചൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പാർട്ടിയിൽ നിന്ന് മറ്റ് ചില സമ്മർദ്ദങ്ങളുണ്ട്. ഇപ്പോൾ CPM തീരുമാനിക്കുന്നത് പോലെ അല്ലെങ്കിൽ സർക്കാരിനൊപ്പം നിൽക്കുക എന്നുള്ള കാര്യം എടുത്തുചാടി പറയുവാൻ ബിനോയ് വിശ്വത്തിനും കഴിയില്ല. അദ്ദേഹത്തിന്റെ സ്ഥാനം കൂടി നോക്കേണ്ടതുണ്ട്. പാർട്ടിയിൽ നിന്ന് ഒരു വലിയ സമ്മർദ്ദം ഉണ്ടാവും അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടും. CPI-യിൽ നിന്ന് CPI-യിൽ വിവിധ ഗ്രൂപ്പുകളുണ്ടല്ലോ. തീർച്ചയായും CPI-യുടെ സെക്രട്ടറി വലിയ സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ട്. പാർട്ടിക്കുള്ളിൽ തന്നെ തങ്ങൾ ഇങ്ങനെ ഇത്രത്തോളം കാലം അവഗണന സഹിച്ചുകൊണ്ട് എങ്ങനെയാണ് ഇടതുപക്ഷത്തെ ഏകോദര സഹോദരങ്ങളെ പോലെ എത്ര കാലം നിൽക്കാനാവും? ഈ ചോദ്യം പല വേദികളിൽ CPI എന്ന പാർട്ടിയുടെ പല തലങ്ങളിൽ ഉയരുന്നുണ്ട്. ഇതിനുത്തരം പറയേണ്ട ആൾ ബിനോയ് വിശ്വം എന്ന സെക്രട്ടറിയാണ്, സംസ്ഥാന സെക്രട്ടറിയാണ്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഇപ്പോൾ കേന്ദ്രം കുറച്ചുകൂടി ശക്തമായ CPI-യുടെ കേന്ദ്ര ജനറൽ സെക്രട്ടറി, നാഷണൽ ജനറൽ സെക്രട്ടറി D. രാജ കുറച്ചുകൂടി ശക്തമായ നിലപാടാണ്, വളരെ ഫോക്കസ്ഡായ നിലപാട് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ അതുകൊണ്ട് സംസ്ഥാന CPI-ക്കുള്ളിൽ പുകഞ്ഞുകൊണ്ടിരുന്ന ഒരു വിഷയം തന്നെയാണ് ഈ പറയുന്ന ഒരു നയങ്ങളുമായി ബന്ധപ്പെട്ട വിഷയം. ഇവിടെ നോക്കൂ, ഈ മുൻകാലങ്ങളിൽ കോൺഗ്രസ് ബാന്ധവമാണ് CPI-ക്കെതിരെ ആരോപിച്ചിരുന്നത്. അങ്ങനെ CPI-ക്ക് ഒരു വലതുപക്ഷ വ്യതിയാനമുണ്ടായി എന്ന ആരോപണം ഏറെ കേട്ടതാണ് CPI. അത് മാത്രമല്ല, കേന്ദ്രമന്ത്രിസഭയിൽ ഈ ചന്ദ്രാനന്ദ് മിശ്രയും ഇന്ദ്രജിത് ഗുപ്തയും ഒക്കെ ചേർന്ന ഒരു കാലഘട്ടമുണ്ട് ജനതാദൾ മന്ത്രിസഭയിലൊക്കെ. അപ്പോഴും CPM വിട്ടുനിന്നു. അപ്പോൾ അധികാരത്തിൻ്റെ പുറകെ പോകുന്ന, അധികാരത്തിന് വേണ്ടി കോംപ്രമൈസ് ചെയ്യുന്ന ഒരു പാർട്ടിയാണ് CPI എന്ന ഒരു പരാതി ഇടതുപക്ഷത്ത് പൊതുവെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും CPM-ൻ്റെ ഭാഗത്ത് ഒരു ആക്ഷേപം എന്ന നിലയിൽ CPI-ക്കെതിരെ ഇതുണ്ടായിരുന്നു. അതെല്ലാം തന്നെ പഴങ്കഥയാക്കിക്കൊണ്ട് ഇപ്പോൾ വലതുപക്ഷ വ്യതിയാനം സംഭവിക്കുന്നത് CPM-നാണ് എന്ന് കാര്യകാരണ സഹിതം CPI സമർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ മാത്രമല്ല, ദേശീയ തലത്തിൽ പ്രധാനപ്പെട്ട ഉദാഹരണം തന്നെയാണ് നന്ദിഗ്രാം സിംഗ്രൂർ, വെസ്റ്റ് ബംഗാളിൽ ടാറ്റയുടെ നാനോ ഫാക്ടറി കൊണ്ടുവരുന്നതിന് വേണ്ടിയും കെമിക്കൽ ഹബ്ബ് കൊണ്ടുവരുന്നതിന് വേണ്ടിയും CPM കർഷക ഭൂമി ഒഴിപ്പിച്ചെടുത്തപ്പോൾ ഇത് വിപത്താണ്, നാളുകളിൽ അത് തിരിച്ചടിക്കും എന്ന് പ്രവാചക ദൗത്യത്തോടു കൂടി തന്നെ CPI എന്ന് പറഞ്ഞതാണ്. ഇപ്പോൾ നോക്കൂ, ബംഗാളിലെ ഇടതുപക്ഷത്തിൻ്റെ അവസ്ഥ നോക്കൂ, ത്രിപുരയിലെ ഇടതുപക്ഷത്തിൻ്റെ അവസ്ഥ നോക്കൂ. ഇത് നാളെ കേരളത്തിലും വരും. ഈ വലതുപക്ഷ വ്യതിയാനം കേരളത്തിലെ ഇടതുപക്ഷത്തിന് അടിത്തറ ഇളക്കും. അതിന് തങ്ങൾ കൂട്ടുനിൽക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യയശാസ്ത്രപരമായ ഒരു കാഠിന്യം അല്ലെങ്കിൽ ആ ഒരു ദർശനം തിരിച്ചു പിടിക്കാൻ മുൻപ് CPM ശ്രമിച്ചതുപോലെ ഇപ്പോൾ ശ്രമിക്കുന്നത് CPI-ആണ്. നേരത്തെ ഇവിടെ കേട്ടല്ലോ, CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ്റെ വാക്കുകൾ കേട്ടല്ലോ. ഒരു പ്രായോഗിക നയമാണ്, അടവ് നയമെന്ന് പറയുന്നതിനേക്കാൾ പ്രായോഗിക നിലപാടാണ്. ഈ സംസ്ഥാന സർക്കാരിൻ്റെ നയങ്ങളും ഇടതുപക്ഷത്തിൻ്റെ നയങ്ങളും സിങ്ക്രണൈസ് ചെയ്ത് പോകണം എന്ന് വാശി പിടിക്കരുത്. ഇവിടെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചില വിട്ടുവീഴ്ചകൾ വേണ്ടി വന്നേക്കാം. അങ്ങനെ തൽക്കാലത്തേക്ക് വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് പിന്നീട് ഒരു മെല്ലപ്പോക്കൻ രൂപത്തിൽ ഈ കിട്ടാനുള്ള പണം, സമഗ്ര ശിക്ഷാ അഭിയാൻ വകയിൽ കിട്ടാനുള്ള തുക വാങ്ങിയെടുക്കുകയും PM ശ്രീ ഒപ്പിട്ടാൽ മാത്രമേ അത് സാധിക്കൂ എങ്കിൽ ശരി, ഒപ്പിട്ട് വാങ്ങിയെടുക്കുകയും എന്നിട്ട് PM ശ്രീ നടപ്പാക്കുന്ന കാര്യത്തിൽ മെല്ലപ്പോക്ക് നയം സ്വീകരിക്കുകയും ചെയ്യുക എന്ന ഒരു തന്ത്രപരമായ സമീപനം. ശരി, പക്ഷേ ശ്രീ